ആസ്ട്രോ ഹീലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ വളരെയധികം വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ വളരെയധികം സ്നേഹിച്ചിരുന്ന ആരെങ്കിലുമൊക്കെ കാരണം നിങ്ങൾ വളരെയധികം വേദനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു വ്യക്തി അവർ വിചാരിച്ചിരുന്നത് നിങ്ങൾ അവരുടെ ആ ഒരു വഞ്ചനയിൽ നിന്നും അല്ലെങ്കിൽ അവർ വേദനിപ്പിച്ച് നിങ്ങളെ കളഞ്ഞിട്ട് പോയപ്പോൾ അതിൽ നിന്നും പുറത്തു വരില്ല എന്നായിരുന്നു. പ്രത്യേകിച്ചും അവരില്ലാതെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഹീലാകാൻ സാധിക്കില്ല എന്നായിരുന്നു. എന്നാൽ നിങ്ങൾ ആ ഒരു വഞ്ചനയിൽ നിന്നുണ്ടായ ആ ഒരു വേദനയെ നിങ്ങളുടെ ജീവിതത്തെ തീരുമാനിക്കാൻ നിങ്ങൾ അനുവദിച്ചില്ല. അതിന് പകരം നിങ്ങൾക്കുണ്ടായ ആ ഒരു വേദനയെ അല്ലെങ്കിൽ ആ ഒരു വഞ്ചനയെ അത് നിങ്ങളുടെ പവറാക്കി മാറ്റാനാണ് നിങ്ങൾ തീരുമാനിച്ചത്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്കുള്ളതായിരിക്കും. ഈ ഒരു റീഡിംഗ് ഇപ്പോൾ ഈ സന്ദേശം ആവശ്യമായിട്ടുള്ള ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ 3 of Swords കാണിക്കുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളെ വേദനിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, നിങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിക്കുക കൂടെയാണ് ഇവർ ചെയ്തത്. അത് ഒരു വല്ലാത്ത മുറിവായി നിങ്ങൾക്ക് മാറി. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൂടെ നിന്ന ഒരുപാട് വ്യക്തികൾ നിങ്ങളെ ഇങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. നിങ്ങളെ ഒരിക്കലും വിഷമിപ്പിക്കില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച വ്യക്തികൾ പോലും നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ അവരോടൊക്കെ അത്രയധികം സ്നേഹവും കെയറുമൊക്കെ ചെയ്യുകയും അല്ലെങ്കിൽ കൈൻഡ്നെസ്സൊക്കെ കാണിക്കുകയും ഒക്കെയാണ് നിങ്ങൾ അവരോട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുത്ത അതേ ഒരു എനർജി നിങ്ങൾക്ക് തിരികെ ലഭിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ റിലേറ്റീവ്സ് ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും അല്ല ഇനി നിങ്ങളുടെ പാർട്ട്ണറോ ലവറോ ആരായാലും ഇനി നിങ്ങൾക്ക് വർഷങ്ങളോളം അറിയുന്ന ഒരു വ്യക്തി ആയിരുന്നാൽ പോലും അത് അവർ നിങ്ങളോട് സത്യസന്ധരായി ഇരിക്കുമെന്നുള്ള ഒരു ഉറപ്പൊന്നുമല്ല. അവർക്ക് നിങ്ങളുടേതായ വാല്യൂസ് ഇല്ലെങ്കിൽ, വാല്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങളെപ്പോലെ സ്നേഹം, ദയ, സത്യസന്ധത ഇതൊന്നുമില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർ ഏത് സാഹചര്യത്തിൽ നിന്നും വന്നു, അവർ പണ്ട് ആരുടെ കൂടെ ആയിരുന്നു എന്നുള്ളതെല്ലാം അവരുടെ സ്വഭാവം അല്ലെങ്കിൽ സത്യസന്ധത മനസ്സിലാക്കാൻ സഹായിക്കും. അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഒരാളുടെ സ്വഭാവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ വേദനിപ്പിച്ച ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ പോലെയുള്ള ഒരാളല്ല, നിങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ള വ്യക്തിയാണെന്ന് നമുക്ക് പറയാം. അതായത് വെളിച്ചവും ഇരുട്ടും എന്ന് പറയുന്നത് പോലെ, അതായത് ഒന്ന് വെളിച്ചമാണെങ്കിൽ മറ്റേത് ഇരുട്ട്. അതായത് നിങ്ങളുടെ ഓറ വളരെയധികം തിളക്കമുള്ളതാണ്, എന്നാൽ അവരുടെ ഓറ എന്ന് പറയുന്നത് വളരെയധികം ഡാർക്കാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ ദയയുള്ള സ്നേഹമുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അവരുടെ ഓറ മുൻപ് പറഞ്ഞതുപോലെ വളരെ ഇരുണ്ടതായി കാണപ്പെടുന്നു. അവർക്ക് അവരുടേതായ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരുടെ ഈഗോ അല്ലെങ്കിൽ അവരുടെ ജലസി, അത് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഉള്ളിൽ അതിനു വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. അത് ഒരുപക്ഷെ അവരുടെ പാസ്റ്റിൽ നിന്നുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകാം. അതുപോലെ ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു നിഴൽ പോലെ അവരുടെ കൂടെ തന്നെയുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ എനർജി വലിച്ചെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലെ മനോഹരമായിട്ടുള്ള ആ ഒരു ഊർജത്തെ, നിങ്ങളിലെ പ്രകാശത്തെ അവർ കാർന്നെടുത്തു. നിങ്ങൾ ചിലപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ നിങ്ങളുടെ ചൈതന്യം അല്ലെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ ലുക്ക് എല്ലാം നിങ്ങൾ പണ്ടെങ്ങനെയായിരുന്നോ ആയിരുന്നത് അതുപോലെ ആയിരിക്കില്ല. നിങ്ങൾക്ക് ആ ഒരു തിളക്കം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം, ആ ഒരു ചൈതന്യമൊക്കെ മങ്ങിപ്പോയിട്ടുണ്ടാകാം. അവർ നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ, നിങ്ങൾക്ക് അവർ കൂടെയുള്ളപ്പോൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കാൻ, നിങ്ങളെ ഫിസിക്കലി ഒന്ന് ഫിറ്റ് ആക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ലുക്സ് ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും സമയമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. നിങ്ങൾക്ക് ആകെ അനുഭവപ്പെടുന്നത് നിരന്തരമായിട്ടുള്ള ഒരു വല്ലാത്ത ഒരു തരം ക്ഷീണമായിരിക്കാം. അതുപോലെ എന്തോ ഒന്ന് നിങ്ങളിൽ നിന്നും ചോർന്നു പോയതുപോലെ ഒരു തോന്നലായിരിക്കാം. എന്നാൽ ഓരോ ദിവസം കഴിയും തോറും അവർ കൂടുതൽ ഉന്മേഷമുള്ളതായും അവരുടെ ലുക്സൊക്കെ മെച്ചപ്പെടുന്നതായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. ഇത് സൂചിപ്പിക്കുന്നത് തന്നെ ഈ ഒരു ബന്ധത്തിൽ ഒരു വ്യക്തി മാത്രമാണ് നല്ല രീതിയിൽ കമ്മിറ്റഡ് ആണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ മറ്റേ വ്യക്തി കമ്മിറ്റഡ് അല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.
അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ കൂടുതൽ അവരിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരുന്നിരിക്കാം. അതിൻ്റെ അർത്ഥം അവർക്ക് ഈ ഒരു ബന്ധത്തിൽ താല്പര്യമില്ല എന്നല്ല, പക്ഷേ നിങ്ങൾ അവർ നൽകുന്നതിനേക്കാൾ കൂടുതൽ എല്ലാ കാര്യങ്ങളും നൽകുന്നു. അതായത് ഇപ്പോൾ അത് എഫേർട്സ് ആയാലും, അല്ലെങ്കിൽ സ്നേഹമായാലും, കെയർ ആയാലും, സിൻസിയറിറ്റി ആയാലും, സമയമായാലും എല്ലാം നിങ്ങൾ ഒരുപടി മുകളിൽ കൂടുതൽ കൊടുക്കുന്നു എന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ അവർ നിങ്ങൾക്ക് ബെയർ മിനിമം ആയിരിക്കും നൽകുന്നത്. അതിൽ പോലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങളെ തന്നെ നിങ്ങൾ പൂർണ്ണമായി നിങ്ങളുടെ ടൈം, എനർജി, ലൈഫ് എല്ലാം അവർക്ക് നൽകി. പക്ഷേ അവർ തരുന്ന ആ ഒരു ചെറിയ പീസ് അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം പോലും നിങ്ങൾക്ക് വളരെ വലിയ കാര്യമായിട്ട് നിങ്ങൾ അതിനെ എടുത്തു. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് അല്ലെങ്കിൽ ആണ് എന്ന് നിങ്ങൾ നടിച്ചു എന്നുള്ള രീതിയിലാണ് കാണുന്നത്. നിങ്ങളുടെ ദയയെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ, നിങ്ങളുടെ കെയറിനെ എല്ലാം അവർ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ള രീതിയിലാണ് അവരെടുത്തത്. നിങ്ങൾ എന്തൊക്കെ അവർക്ക് നൽകിയിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും അവർ നിങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിച്ചില്ല, അല്ലെങ്കിൽ നീ ഇത് ചെയ്യണം എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് അവർ പല കാര്യങ്ങളും കണ്ടത്. നിങ്ങളെ ഒന്ന് അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ നീ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തല്ലോ, താങ്ക് യു എന്നുള്ള ഒരു ഇതുപോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ നിങ്ങളോട് ആ ഒരു വില പോലും നിങ്ങളോട് കാണിച്ചില്ല. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഉറച്ച വാക്കുകളില്ല എന്ന് കാണാം. അതായത് ഇവരുടെ പറച്ചിലും പ്രവൃത്തിയും വ്യത്യസ്തമാണ്. ഇവർ പറയുന്നതായിരിക്കില്ല ഇവർ ചെയ്യുന്നത്, വളരെയധികം വ്യത്യാസമാണ്. ചില സമയങ്ങൾ നിങ്ങളോട് ഇവർ ഇമോഷൻ ഇല്ലാത്ത വ്യക്തിയെ പോലെ പെരുമാറിയിട്ടുണ്ടാകാം, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. മറ്റ് ചില സമയങ്ങളിൽ അവർ നിങ്ങളുടെ കൂടെ എല്ലാത്തിനും ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊരു കൺഫ്യൂഷൻ സൃഷ്ടിക്കാൻ കാരണമായിട്ടുണ്ടാകാം. അവരുടെ ഈ ഒരു പ്രവൃത്തി ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഒരു സമയത്ത് കൂടെ നിൽക്കുന്നു, മറ്റ് ഏറ്റവും ആവശ്യമുള്ള സമയങ്ങളിൽ അവർ നിങ്ങളുടെ കൂടെ നിൽക്കാതിരിക്കുന്നു, നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, ഒരു ഇമോഷൻ ഇല്ലാത്ത ഒരു വ്യക്തിയെ പോലെയൊക്കെ കാണിച്ച് കണ്ടിന്യൂസ് ആയി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ശൂന്യത അനുഭവപ്പെട്ടു. അവരെക്കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ ഒരു ശൂന്യത അനുഭവപ്പെട്ടതായി കാണുന്നു. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒറ്റയ്ക്കായിപ്പോയി, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് എന്നുള്ള ഒരു തോന്നലായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് വഴി നിങ്ങൾക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ പലതവണ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തെ പ്രതി ഡൗട്ട് തോന്നിയിട്ടുണ്ടാകാം. ഇത് എനിക്ക് ശരിയാകുമോ, ഇത് എനിക്കുള്ളതാണോ, എന്നോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇയാൾ എന്താ എനിക്ക് ആവശ്യമുള്ളപ്പോൾ എൻ്റെ കൂടെ നിൽക്കാത്തത്, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. ഈ സംശയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെയാണ്. അതായത് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഉള്ളതല്ല എന്ന് നിങ്ങളോട് തന്നെ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സെപ്പറേഷൻ കാണുന്നു. ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ കൂടെ ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഇനി കൂടെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ മാനസികമായിട്ട് പഴയതുപോലെ നല്ലൊരു അടുപ്പത്തിലുള്ള ഒരു വ്യക്തി ആയിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളിലെ ആ ഒരു സ്നേഹമൊക്കെ നശിച്ചു പോയിട്ടുണ്ടാകാം. എന്ത് തന്നെ ആയാലും അവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചതിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ അത് കാരണം അവരെ നിങ്ങളിൽ നിന്നും തള്ളി മാറ്റിയിട്ടുണ്ടാകാം. എന്നിരുന്നാലും അവർ നിങ്ങൾ എങ്ങനെയാണോ തിളങ്ങിയിരുന്നത് അതുപോലെ ഇന്ന് അവർ പ്രകാശിക്കുന്നുണ്ട്. അത് സൂചിപ്പിക്കുന്നത് അവർ നിങ്ങളുടെ ആ ഒരു മനോഹരമായിട്ടുള്ള എനർജി എടുത്തു എന്ന് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. അല്ല, ഇനി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അയാൾ വീണ്ടും നിങ്ങളോട് ക്ഷമ ചോദിക്കാനും വീണ്ടും പഴയതുപോലെ ആ ഒരു രീതിയിലാവാൻ വേണ്ടിയിട്ടൊക്കെ അവർ ശ്രമിക്കും. കാരണം അവർക്ക് നിങ്ങളുടെ എനർജിയോട്, നിഷ്കളങ്കമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയോട് അവർക്ക് വല്ലാത്ത ഒരു തരം അഡിക്ഷൻ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കത് ഇഷ്ടമാണ്. ഇനി അവർ വന്നാലും നിങ്ങൾ അവരെ കൂടെ കൂട്ടിയില്ലെങ്കിൽ അവർ നിങ്ങളെപ്പോലെയുള്ള ആരെങ്കിലും കണ്ടുപിടിക്കും. അതായത് നിങ്ങളുടെ അതേ എനർജിയുള്ള, അതേ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അതുപോലെ മറ്റൊരു കാര്യം, ഈ ഒരു വ്യക്തി നിങ്ങളുടെ വളർച്ച ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ താഴുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വീഴുന്നത് കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ വീഴുന്ന അല്ലെങ്കിൽ നിങ്ങൾ തളർന്നു പോകുന്ന ആ ഒരു തക്കം നോക്കി അവർക്ക് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വീഴുന്ന സമയത്ത് ഒരു കൈത്താങ്ങായിട്ട് വരുന്നത് പോലെ അഭിനയിച്ചിട്ട് ആ ഒരു സമയത്ത് ഒരു കൈത്താങ്ങ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അത്രയധികം വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു കൈത്താങ്ങ് പോലെ കിട്ടുമ്പോൾ നിങ്ങൾ അവരെ സ്വീകരിക്കും എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്.
എന്നാൽ ഇന്ന് നിങ്ങൾ ഓൾറെഡി ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കെട്ടി ഉയർത്തി കഴിഞ്ഞു. അതും ഒന്നുമില്ലായ്മയിൽ നിന്നും, ആരുടെയും സഹായവുമില്ലാതെ. നിങ്ങൾ ദുർബലമായി പോയ സമയത്ത് നിങ്ങൾ എല്ലാവരിൽ നിന്നും നിങ്ങളുടെ എനർജി തിരിച്ചു പിടിച്ചു. നിങ്ങളിലുണ്ടായിട്ടുള്ള ആ ഒരു മുറിവുകൾ നികത്താൻ നിങ്ങൾ ശ്രമിച്ചു. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഹീലിങ്ങിനുമാണ് പ്രാധാന്യം നൽകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് സമയം ചിലവഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ തിരിച്ചു പിടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിലുപരി നിങ്ങൾ ഇന്ന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ഹീലിംഗ് ആണ്. നിങ്ങൾ തിരിഞ്ഞു നടക്കാൻ ചിന്തിച്ചപ്പോൾ അല്ലെങ്കിൽ മാറി ചിന്തിക്കാൻ നിങ്ങൾ തീരുമാനിച്ചപ്പോഴാണ് ആ ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത്. ആ ഒരു ഏറ്റവും നല്ല തീരുമാനം എടുത്ത സമയം എന്ന് പറയുന്നത്. അതുപോലെ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചേക്കാം, ഒരു റീയൂണിയനൊക്കെ ശ്രമിച്ചേക്കാം. എന്നാലും നിങ്ങളൊന്ന് കരുതിയിരിക്കുക. നിങ്ങളുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് നിങ്ങളുടെ ബൗണ്ടറീസിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വളർച്ച ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് അത്രയധികം സ്നേഹമുള്ളത് കൊണ്ടോ ഒന്നുമല്ല. യഥാർത്ഥത്തിൽ അവർക്ക് നിങ്ങളുടെ ആ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ആ ഒരു എനർജിയെ മിസ് ചെയ്യുന്നു. അതുപോലെ ഒരു എനർജിയെ അവർക്ക് എവിടെയും കിട്ടിയതുമില്ല. അവർ തന്ന ബെയർ മിനിമം പോലും സ്വീകരിച്ച് അതിൽ സാറ്റിസ്ഫൈഡായി അവരോടുകൂടി ചേർന്നിരുന്ന അങ്ങനെയൊരു എനർജിയാണ് അവർ അഡിക്റ്റായി, അല്ലെങ്കിൽ ആ ഒരു എനർജിയാണ് അവർ ഇന്ന് മിസ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നിങ്ങളുടേത് ആ ഒരു എനർജി അല്ല. നിങ്ങളിന്ന് ബെയർ മിനിമം അല്ല ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈക്വൽ പാർട്ട്ണർഷിപ്പാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒരുപാട് മാറി. ഒരുപക്ഷെ അവർ മാറി, അല്ലെങ്കിൽ അവരിൽ മാറ്റം വന്നു, അവരൊരു പുതിയ ഒരാളായി മാറി, അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കാം. ഇതൊക്കെ കേൾക്കുമ്പോൾ അത്രയധികം നിഷ്കളങ്കരായ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചാഞ്ചാട്ടം ഉണ്ടായേക്കാം. എന്നാൽ അവരിൽ വലിയ മാറ്റമൊന്നും എനിക്ക് കാണുന്നില്ല. നിങ്ങളാണ് യഥാർത്ഥത്തിൽ മാറിയത്, അവരല്ല. നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അവരിപ്പോഴും അതേ പഴയ അവസ്ഥയിൽ തന്നെയാണുള്ളത്. എന്നാൽ നിങ്ങളുടെ ഹീലായ പുതിയ നിങ്ങളെ ഒരിക്കലും നിങ്ങളുടെ വേദന കാണുമ്പോൾ മാത്രം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി കൊടുക്കരുത്. വേദന കാണുമ്പോൾ മാത്രം സ്നേഹിക്കുന്ന എന്ന് പറയാൻ കാരണം, നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും നമ്മൾ വേദനിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആഗ്രഹിക്കില്ല. നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആർക്ക് വേണ്ടിയിട്ടും നമ്മളെ പ്പിക്കില്ല അല്ലെങ്കിൽ നമ്മളെ ചതിക്കില്ല. അപ്പോൾ ഇവർ നിങ്ങളെ സ്നേഹിച്ചിരുന്നത് നിങ്ങളുടെ വേദന കാണുമ്പോൾ മാത്രമായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നിങ്ങളെ തന്നെ ഇനിയും കൊടുക്കാതിരിക്കുക. ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്ന ഒരു പുതിയ അവസരമായിട്ട് നിങ്ങൾ കരുതുക. അവരില്ലാതെ ഒരു ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ തുടക്കം, ഒരു റിഗ്രറ്റ്സും ഇല്ലാതെ, ഒരു കുറ്റബോധവും ഇല്ലാതെ, ഒരു ഡിവൈൻലി ബ്ലെസ്ഡ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ ജീവിതം. അതുപോലെ നിങ്ങൾ നടക്കുമെന്ന് മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്ത, എന്നാൽ നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന പല കാര്യങ്ങളും നടക്കുന്നത് നിങ്ങൾ കാണും. അതൊക്കെ നിങ്ങൾക്ക് ഒരു അത്ഭുതമായി തോന്നിയേക്കാം. നിങ്ങളുടെ രീതിക്ക്, ആഗ്രഹത്തിന് ഒത്ത് പല കാര്യങ്ങളും നടക്കും. നിങ്ങളിൽ ചിലർക്ക് ഈ ഒരു സമയം ദൈവികമായിട്ടുള്ള ഒരു ഗൈഡൻസും വിഷൻസും സ്വപ്നങ്ങളും ഒക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇന്ന് നിങ്ങൾ ഹീൽഡ് ആണ്. ഇന്ന് നിങ്ങളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഹൈ ആണ്. ഈ ഒരു സ്വപ്നങ്ങൾ ഉണ്ടാകുന്നതും ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിൽ നിന്നും തന്നെയാണ്. നിങ്ങൾ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾ ഭഗവാന്റെ സംരക്ഷണ വലയത്തിലാണ്. വളരെയധികം ഈശ്വരാനുഗ്രഹം ഉള്ളവരാണ് നിങ്ങൾ. വളരെയധികം ദൈവാനുഗ്രഹം ഉള്ളവരാണ്. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനിലോ ഒക്കെ നിങ്ങൾ ഇരിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ഒറ്റപ്പെടുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. അത് നിങ്ങളും അവരും ഒരേ പാതയിലല്ല സഞ്ചരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ഡിവൈൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ മറന്നതോ അല്ലെങ്കിൽ നിങ്ങളെ റിജക്റ്റ് ചെയ്തതോ ഒന്നുമല്ല. നിങ്ങളെ ഒറ്റയ്ക്കാക്കാൻ ഒരിക്കലും യൂണിവേഴ്സ് താല്പര്യപ്പെടുകയുമില്ല.
നിങ്ങളെ പുതിയൊരു സ്ഥലത്തേക്ക്, പുതിയൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാനാണ് യൂണിവേഴ്സ് ശ്രമിക്കുന്നത്. ആ ഒരു സ്ഥലത്ത് നിങ്ങളുടെ പഴയ പല ബന്ധങ്ങളും അവർക്ക്, ആ ഒരു ബന്ധങ്ങൾക്ക് എത്താൻ സാധിക്കില്ല. കാരണം നിങ്ങളിപ്പോൾ എന്താണോ ആ ഒരു പുതിയ നിങ്ങളെ, നിങ്ങൾക്ക് ചേരുന്ന ആ രീതിയിലുള്ള ബന്ധങ്ങളാണ് നിങ്ങളുടെ കൂടെ വെക്കാനായിട്ട് യൂണിവേഴ്സ് പോകുന്നത്. അങ്ങനെയുള്ള ബന്ധങ്ങളാണ് ഇനി നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പുതിയ ബന്ധങ്ങൾക്ക് നിങ്ങളെയും നിങ്ങൾക്ക് അവരെയും മനസ്സിലാക്കാൻ സാധിക്കും. അവർ സത്യസന്ധരും നല്ലവരുമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടാതെ ഇരിക്കുക. നിങ്ങളെ ഒറ്റയ്ക്കാക്കാനല്ല, മറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ചേരുന്ന ബന്ധങ്ങൾ നിങ്ങൾക്ക് തരാനാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. അതുപോലെ ഒരു കാര്യം, നിങ്ങളിൽ നിന്നും ഓടി മാറാൻ നോക്കുന്ന എനർജിയുടെ പിറകെ നിങ്ങൾ പോകാൻ ശ്രമിക്കരുത്. അത് ഇപ്പോൾ വ്യക്തികളായാലും അല്ലെങ്കിൽ എന്തെങ്കിലും അവസരങ്ങളായാലും അല്ലെങ്കിൽ എന്ത് കാര്യമായാലും ശരി, പുതിയ എനർജിക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് നിങ്ങൾ സ്പേസ് കൊടുക്കുക, വഴിയൊരുക്കി കൊടുക്കുക. നിങ്ങളിൽ നിന്നും ഓടി മാറാൻ ശ്രമിക്കുന്ന എനർജിയുടെ പുറകെ നിങ്ങൾ ഇപ്പോഴും പോകുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക, നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന അനുഗ്രഹങ്ങളെ അല്ലെങ്കിൽ അവസരങ്ങളെ വൈകിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ തടഞ്ഞു വെച്ചിരിക്കുന്നതിന് നിങ്ങൾ തന്നെയാണ് കാരണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കാണുന്നത്, നിങ്ങളിൽ പലരും നിങ്ങളുടെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നതാണ്. നിങ്ങളിൽ പലരും വണ്ണം കുറയ്ക്കാനും അല്ലെങ്കിൽ ഫിസിക്കലി ഫിറ്റ് ആകാനും കുറച്ചുകൂടി അട്രാക്റ്റീവ് ആകാനും ഒക്കെ, അട്രാക്റ്റീവ്നെസ് കൂട്ടാനും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് തോന്നുന്നു. ചിലപ്പോഴൊക്കെ ചില ട്രാൻസ്ഫോർമേഷൻസ്, അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നിയേക്കാം. ആ ഒരു സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുമായിരിക്കാം. പക്ഷേ അത് വളരെ ചെറുതാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ പവർഫുള്ളായിട്ട് തോന്നും. ഇതൊക്കെ നിങ്ങളുടെ ഹീലിങ്ങിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു രീതിയിൽ നിങ്ങൾ മാറുക. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കാണപ്പെടും. അതുപോലെ നിങ്ങളുടെ ആ ഒരു പഴയ ബന്ധത്തിൽ നിങ്ങളിൽ ചിലർക്ക് ഒരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ കാണുന്നു. അത് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒക്കെ ആയിട്ടുണ്ടാകാം. അവർ നിങ്ങളോട് സത്യസന്ധത കാണിച്ചിരുന്നില്ല. അതിനർത്ഥം നിങ്ങൾ അതിനർഹരല്ല എന്നല്ല, മറിച്ച് അവർ ആരാണ്, എന്താണ് എന്നുള്ളതാണ് അവരുടെ സ്വഭാവം എന്ന് പറയുന്നത്. അതാണ് അവർ നിങ്ങളോട് കാണിച്ചത്. ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവരുടെ മേലുള്ള വിശ്വാസത്തെ പരിപാലിക്കണം എന്നുള്ള ഒരു ചിന്തയില്ലാത്ത, ഒന്നിനും വില കൽപ്പിക്കാത്ത ഒരു വ്യക്തി. നിങ്ങൾ ഇന്ന് വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പ്രത്യേകിച്ചും നിങ്ങൾ ഒരാളെ വിശ്വസിക്കുന്നതിന് മുൻപ്, അവരുമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നതിന് മുൻപ് ഒരുപാട് തവണ ചിന്തിച്ച് ശ്രദ്ധയോടെയാണ് ഇന്ന് നിങ്ങളുള്ളത്. നിങ്ങൾ ആ ഒരു വ്യക്തിയെ സ്നേഹിച്ചു, അവരുടേതായ രീതിയിൽ അവരും നിങ്ങളെ സ്നേഹിച്ചു. എന്നാൽ അവർ നിങ്ങൾക്കോ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനോ യാതൊരു റെസ്പെക്റ്റും തന്നിട്ടില്ല. ഇന്ന് നിങ്ങളെയാണ്, നിങ്ങളുടെ ഹീലിങ്ങിനെയാണ് നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുന്നത്, നിങ്ങളുടെ സമാധാനത്തെ, നിങ്ങളുടെ പവറിനെ. അതുപോലെ ഇന്ന് നിങ്ങളുടെ മനസ്സും അതുപോലെ സോളും ഹാർട്ടും ഒക്കെ ഒരേ രീതിയിൽ വരികയാണ്. അവ ഒരുമിച്ച് പ്രവർത്തിക്കാൻ, ചിന്തിക്കാൻ, തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കുകയാണ്. ഇമോഷണലി നിങ്ങളെ കാണാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമില്ലാത്ത വ്യക്തിയുമായിട്ട് ഇനി യാതൊരു രീതിയിലുള്ള ബന്ധവും ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു പഴയ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാനും നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല. ആ ഓൾഡ് ലവ് അല്ലെങ്കിൽ ആ ഒരു പഴയ പ്രേമം, സ്നേഹം, സ്ഥിരതയില്ലാത്ത, കൺഫ്യൂസിങ് ആയിട്ടുള്ള, ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളെ ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഇമോഷണലി മെച്യൂർഡ് ആയിട്ടുള്ള, റെസ്പെക്റ്റ് നൽകുന്ന, നിങ്ങളുടെ സോളിന് പീസ് നൽകുന്ന ബന്ധങ്ങളെയാണ് ഇന്ന് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക. നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി, ഹാപ്പിനെസ് നിങ്ങൾ നിറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളത്, നിങ്ങൾ ആകർഷിക്കുന്നതും എല്ലാം തന്നെ അങ്ങനെയുള്ളവയായിരിക്കും. നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വില നൽകാനോ ഒന്നും ആരോടും പറയുന്നില്ല. നിങ്ങളുടെ വാല്യൂ മറ്റുള്ളവരുടെ കയ്യിൽ അല്ല ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അത് വളരെ നല്ലത്.
അതുപോലെ തന്നെ നിങ്ങൾ പല വ്യക്തികൾക്കും അഡ്വൈസ് പറഞ്ഞു കൊടുക്കുന്ന ഒരു തലത്തിലേക്ക് ഉയരുന്നതായിട്ട് കാണുന്നു. പല വ്യക്തികൾക്കും ഗൈഡൻസ് നൽകുന്നതായിട്ട് കാണുന്നു. കാരണം നിങ്ങളുടെ ലോവസ്റ്റ് മൊമെൻറ്റിൽ നിന്നും, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും, പെയിനിൽ നിന്നും ഉയർന്നു വന്ന അല്ലെങ്കിൽ ഹീലായിട്ട് വന്ന ഒരു വ്യക്തിയാണ്. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.